ഒന്ന് പതുക്കെ പറയോ, കുഞ്ഞേട്ട പേടിക്കും. പതുക്കെ പറയാനോ? എന്താടി നീയും നിന്റെ കുഞ്ഞും കൂടി നാടകം കളിക്കാ? ഇപ്പൊ 3 മാസമായി വാടകയിൽ തരാണ്ട് അവിടെ സൂചി ജീവിക്കുന്നു രണ്ടും കൂടി. കുഞ്ഞിനോട് ഒറ്റയ്ക്ക് വിട്ടിട്ട് എനിക്കവിടെ പണിക്ക് പോകാൻ പറ്റാത്തോണ്ടാ. എന്തായാലും ഞാൻ അടുത്ത മാസം എവിടെന്നെങ്കിലും ഒപ്പിച്ചുതരാം. എടി അടുത്ത മാസം ആകുമ്പോഴേക്ക് 20,000 രൂപയാകൂടി. നീ എവിടെന്ന് ഒപ്പിച്ചു തരാനാ? അതല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് ഒന്ന് വീട്ടിലേക്ക് വരാൻ. അവിടെയാണ് ഭാര്യയും കുട്ടികളിലടി. നീ കുറച്ചു നേരം ഒന്ന് സഹകരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എത്ര കാലം വേണം നീ ഇവിടെ തന്നെ ഇരുന്നോ? 5 പൈസ വാടക തരണ്ടേ? നിന്റെ കള്ളക്കരച്ചിലൊന്നും എന്നോട് കാണിക്കണ കേട്ടോ. ഒന്നില്ലെങ്കിൽ പൈസ, അല്ലെങ്കിൽ നീ. എടോ, അവരുടെ ഭർത്താവ് മരിച്ചിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. താനെന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് അവനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റി കാണിച്ചു വിടും എനിക്ക്. ഓ, അത്രയും മനുഷ്യപ്പറ്റുള്ള ആൾക്കാരാണെങ്കിലേ ഇവിടെ തരാനുള്ള 3 മാസത്തെ വാടക 15,000 രൂപ തന്നെ. ഞാൻ എന്റെ വഴിക്കങ്ങ് പോവാ. ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി ചേർന്നേ അവരെ സഹായിക്കാൻ ഒരു കമ്മിറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തന്റെ പൈസ ഞങ്ങൾ തന്നോളാം. നിങ്ങൾ കമ്മിറ്റിയോ മീറ്റിങ്ങോ എന്തോ ഉണ്ടാക്കിയോ, എനിക്ക് എന്റെ പൈസ കിട്ടിയാൽ മതി. ഒരൊറ്റ ആഴ്ച കൂടി ഞാൻ ക്ഷമിക്കും. അതിനുള്ളിൽ പൈസ കിട്ടിയില്ലെങ്കിൽ ഈ പ്രവാസികളുടെ അവസ്ഥയ്ക്ക് ഇങ്ങനെ തന്നെയാണ്. ഒരു സേവിങ്സ് ഉണ്ടായില്ല. സതീഷ് ഏട്ടാ ഗൾഫിൽ പോയ സമയത്ത് തന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചാണെങ്കിലോ ഇപ്പൊ ആ കുഞ്ഞിനും ആ ചേച്ചിക്ക് ഈ ഒരു അവസ്ഥ വരികയായിരുന്നു. ടേം ഇൻഷുറൻസോ? അതെന്താ സംഭവം? എടാ, അതായത് ഈ ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ചതിന് ശേഷം മരണപ്പെട്ടു പോയാലേ ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 കോടി വരെയൊക്കെ നഷ്ടപരിഹാരം കിട്ടും. അല്ല, അതിനിപ്പോ ഒരുപാട് പൈസ ആകത്തില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ പുള്ളി എടുക്കാതിരുന്നത്? അത്രയൊന്നും ഇല്ലടാ. ഈ പ്രവാസികൾക്ക് വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും 30 മുതൽ 50% വരെ കുറഞ്ഞ ചെലവിലെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. പിന്നെ മാസം 823 രൂപ വരെയുള്ള പ്ലാനുകളുണ്ട്. നമ്മുടെ ബയോയിൽ ഒരു ലിങ്ക് ഉണ്ട്. അതിലൂടെ പോയാലേ ഇന്ത്യയിൽ ഒരുപാട് ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ വർഷമാണ് പ്രീമിയം അടയ്ക്കുന്നതെങ്കിൽ ഒരു 5% വരെ ഡിസ്കൗണ്ടും കിട്ടും. അല്ല, അപ്പൊ ക്ലൈമിന്റെ കാര്യമോ? ഇത്രയും പൈസ കിട്ടുന്നതല്ലേ? ഇതിന്റെ ബാക്കിൽ ഒരുപാട് നടക്കണം തോന്നൂല്ലേ? അതൊന്നും വേണോ. ക്ലെയിമിന്റെ കാര്യത്തിന് അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ മതി. എല്ലാം എളുപ്പത്തിൽ നടക്കും. പറയുകയാണെങ്കിലേ ചെറിയൊരു എമൗണ്ട് അടവ് വരുന്നുള്ളൂ. പക്ഷെ ഇതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ ആ ചേച്ചിന്റെ കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചിട്ടാ